പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ടെസർ സാരിയാണ്. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു, അതുപോലെ സൈഡിൽ കട്ട് വർക്കും വന്നിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ആണ് ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു, അതുപോലെ കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ബോർഡറിലുള്ള എംബ്രോയ്ഡറി വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരിക. രണ്ട് സൈഡിലും ഉണ്ട് ഈ ബോർഡർ. ഈ സൈഡിൽ ഈ ഭാഗം വരെയും ഈ സൈഡിൽ ഇത് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് വരിക. ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു, അതുപോലെ നല്ല ബോർഡറും ബോർഡറിൽ കട്ട് വർക്കും വരുന്നു. ഇങ്ങനെയാണ് ഈ ഭാഗത്തുള്ള ഈ ഡിസൈൻ വരിക. കോൺട്രാസ്റ്റായിട്ട് ഇതിന് കോൺട്രാസ്റ്റായിട്ടുള്ള ഷെയ്ഡിലാണ് ഈ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ഇങ്ങനെയാണ് പല്ലുവിൽ ഈ സൈഡിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇതിൽ വരുന്ന കട്ട് വർക്ക് ഇങ്ങനെ ഒരു സ്കാലപ്പ് വർക്കോട് കൂടിയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. വളരെ സോഫ്റ്റായിട്ട് ഉള്ളൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണിത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നത്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സൈഡിൽ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു, ബോർഡർ വരുന്നു. ഇതാണ് ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ആ കട്ട് വർക്ക് ഒരു സ്കാലപ്പ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ഇതാണ് വിത്ത് ബ്ലൗസ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. ഇതാണ് മെറ്റീരിയൽ. ഇത് കണ്ടോ, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല. ഇതാണ് ഈ മെറ്റീരിയലിൻ്റെ ഉൾഭാഗവും വരുന്നത്. ഇങ്ങനെയാണ്. റേറ്റ് വരുന്നത് 2965 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ കളറിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കണം. നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. ഞാൻ ഇതിന് മുന്നും കട്ട് വർക്ക് സാരികൾ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം എനിക്ക് കോൺട്രാസ്റ്റ് ആയിട്ടല്ലായിരുന്നു, സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ആയിരുന്നു. ഈ സാരിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ ഈ എംബ്രോയ്ഡറി വർക്കുകൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ സാരിക്കുള്ള പ്രത്യേകത. പിന്നെ ഇതിൻ്റെ റേറ്റിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ട്. 2965 ആണ് ഇതിന് വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സൈഡിലും ഈ കട്ട് വർക്ക് ഒരു സ്കാലപ്പ് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ആ ബോർഡറും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഭാഗത്ത്. ഇപ്പോൾ ഓരോന്നിനും അതായത് കോൺട്രാസ്റ്റ് ആയിട്ട്, കാരണം മാച്ച് ചെയ്യുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ പറഞ്ഞല്ലോ, ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ട് ഈ ഡിസൈൻ വരുന്നുണ്ട്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2965. ഇതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഗ്രീനിന് പിങ്ക്, അതുപോലെ ചെറിയ ലൈറ്റ് ഓറഞ്ച്, ലൈറ്റ് യെല്ലോ, അങ്ങനെയുള്ള ഷെയ്ഡിലുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. എനിക്കിത് അധികം നമ്പേഴ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പം എല്ലാ കളറുകളും ഞാൻ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയിടത്തോളം ഞാൻ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്.
ബോർഡറും തിക്കായിട്ട് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഒരു 10:30 ആകുമ്പോഴേക്കും വരും. ചിലർ പറയും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വിളിക്കുമ്പോൾ ഇത് സോൾഡ് ഔട്ട് ആയി എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന്. നമ്മുടെ വീഡിയോ 10:30 ആകുമ്പോൾ എന്നും വരും. അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ ആദ്യം കാണുന്നവർ ഓർഡർ ചെയ്യും. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്നത്. സഫയർ ഗ്രീൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് പല്ലു വരിക. ഈ ഭാഗത്ത് ഇവിടെ വരെയായി എംബ്രോയ്ഡറി വർക്ക് വരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയൊരു ഭാഗമുണ്ട്. അത് ചിലതിന് അത് ഇച്ചിരി കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് ഈ കട്ട് വർക്കിൻ്റെ വന്നിരിക്കുന്ന കാരണമാണ് അങ്ങനെ വരുന്നത്. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു, ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് വരിക. ഇതാണ് ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇത് വിത്ത് ബ്ലൗസുമാണ്. റേറ്റ് 2965. ഇതൊരു ചോക്ലേറ്റ് ഒക്കെ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ സൈഡിലെ കട്ട് വർക്ക് അതുപോലെ കോൺട്രാസ്റ്റായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ ഷെയ്ഡാണ്. ഈ ലോവർ പോർഷനിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലു, വിത്ത് ബ്ലൗസ് പീസിൽ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. വളരെ നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ അതുപോലെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2965. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റായിട്ട് അതിന് ചേർന്ന കോൺട്രാസ്റ്റിംഗ് കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തിക്കായിട്ടുള്ള ബോർഡർ വരിക. ഇതാണ് ഈ സൈഡിലുള്ള ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ ഈ സ്കാലപ്പ് പാറ്റേണിൽ ഈ കട്ട് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2965 ആണ്. ഇത് മറ്റൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ക്രഷ്ഡ് ഓർഗൻസയിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. ഇത് പാറ്റേണിൽ മാത്രമേ മാറ്റുള്ളൂ. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും എല്ലാം സെയിം തന്നെ. മറ്റേ ഇപ്പം ഞാൻ കാണിച്ചതിലൊന്നും ഡിഫറൻസ് ഇല്ല. പക്ഷേ ഇത് ക്രഷ്ഡ് ഓർഗൻസയിലാണ്. നമുക്ക് റഫ് യൂസ് ചെയ്യാവുന്നൊരു സാരിയാണ് ഇത്. ഇതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ആ ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2925 ആണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നു. മെറ്റീരിയൽ ക്രഷ്ഡ് ഓർഗൻസയിലും വരിക. 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 2925. ക്രിസ്റ്റ ഓർഗൻസയിൽ വന്നിരിക്കുന്ന മറ്റൊരു സാരിയാണിത്.
നല്ലൊരു ഷെയ്ഡിലാണ്, നല്ലൊരു കളർ ടോണിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നത്. ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വരിക. ഈ ബോർഡറിൻ്റെ ഈ ഭാഗം വരെ ഈ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ടാണ് ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. ഈ ഡിസൈനാണ് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. നമുക്കിത് വാഷ് ചെയ്യാം, അതുപോലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2349 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.